കേരളം ജീവിക്കാൻ കൊള്ളാത്ത ഒരു നാടാണെന്ന് നിങ്ങളോട് എല്ലാ ദിവസവും നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയാറില്ലേ? ഇവിടുന്ന് കുട്ടികളൊക്കെ ജീവനും കൂടി രക്ഷപ്പെടുന്നു എന്ന് നിങ്ങളോട് പറയാറില്ലേ? നിങ്ങൾ പത്രത്തിൽ വായിക്കാറില്ലേ? നമ്മൾ അത്ര മോശം സംസ്ഥാനമാണോ കേരളം? ഞാനിത് ആവർത്തിച്ച് പറഞ്ഞിട്ട് എനിക്ക് മതിയായതിന്റെ അടുത്തൊരു ഞാൻ ഇന്നലെയും കൂടെ എന്റെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്താണ് ഒരു വീഡിയോ. ഒരു സാധാരണ കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യൻ, അയാള് ഒരു പോലീസുകാരനെ അയാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. അപ്പൊ ആ മനുഷ്യന്റെ കഴുത്തിന് കുത്തി പിടിച്ചിരിക്കുകയാണ്. ഒരു KPS, അതായത് സർക്കിൾ ഇൻസ്പെക്ടറോ DYSP റാങ്കുള്ള ഉദ്യോഗസ്ഥനാണ്. അയാളാണ് ഈ കഴുത്തിന് കുത്തി പിടിച്ചിരിക്കുന്നത്. എന്റെ ഷർട്ടൊന്ന് വിട് സാറേ എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ പറയാൻ ആ കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യന് ഒരു സർക്കിൾ ഇൻസ്പെക്ടറോട് പറയാൻ പറ്റുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പറയില്ല. പറഞ്ഞാൽ പിന്നെ അവന്റെ പൂട്ടി പോലും കിട്ടാനുണ്ടാവില്ല. അതാണ് കേരളം. കേരളത്തെ നമുക്ക് എല്ലാം തികഞ്ഞ സംസ്ഥാനമാണെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. പക്ഷേ കേരളത്തോട് പലർക്കും പ്രശ്നമുണ്ട്. യോഗി ആദിത്യനാഥിന് കേരളത്തോട് പ്രശ്നമുണ്ട്. അയാൾ UP വോട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ സൂക്ഷിച്ച് വോട്ട് ചെയ്തില്ലെങ്കിൽ UP കേരളവും വെസ്റ്റ് ബംഗാളും കശ്മീരും പോലെയാകും. ഈ 3 സംസ്ഥാനങ്ങൾ എന്താ പ്രശ്നം? ഈ 3 സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ ആത്മാഭിമാനത്തോട് ജീവിക്കും എന്നുള്ളത് അയാൾക്കൊരു പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം എന്താണ് അമിത്ഷാ വന്ന് കർണാടകത്തിൽ പറഞ്ഞത്? കർണാടകത്തിൽ പറഞ്ഞ നിങ്ങളുടെ അപ്പുറത്ത് കിടക്കുന്ന കേരളമാണല്ലോ, ഞാനൊന്ന് കൂടുതലൊന്നും പറയണ്ട. ഇതാണ് പ്രശ്നം. ഈ കേരളം ഒരു മഹാവഷള സംസ്ഥാനമാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാതിരുന്നിട്ട് വല്ല കാര്യമുണ്ട്?